ന്യൂ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഷെഡ്യൂളൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥിതിക്ക് കളമൊരുങ്ങി എന്ന് നമുക്ക് പറയാം. പക്ഷേ ചിത്രം തെളിഞ്ഞു എന്നുള്ളതാണ് ഞാൻ പ്രധാനമായും ഇക്കാര്യത്തിൽ ഉറ്റുനോക്കുന്നത്. നോക്കൂ, ഇപ്പം ചിത്രം തെളിഞ്ഞിട്ടില്ല എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം അത് തെളിയേണ്ടത് ബി ജെ പിയുടെയും എൻ ഡി എയുടെയും ഭാഗത്തു നിന്നാണ്. കാരണം ഇപ്പം നമ്മൾ നോക്കൂ, സ്മൃതി, 1996 വാജ്പേയി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ 13 ദിവസം അവർ അധികാരത്തിലുണ്ടായിരുന്നു. അന്ന് വാജ്പേയിയുടെ സഖ്യകക്ഷികൾ എന്ന് പറയുന്നത് ശിരോമണി അകാലിദളും ശിവസേനയുമാണ്. എന്നാൽ 98 എത്തുമ്പോൾ ഈ തൊട്ടുകൂടായ്മ മാറുകയും ഏതാണ്ട് 20-22 പാർട്ടികൾ എൻ ഡി എ എന്ന് പറയുന്നൊരു മുന്നണിയായി രൂപം പ്രാപിക്കുകയും ചെയ്തു ബി ജെ പിയുടെ നേതൃത്വത്തിൽ. അന്ന് സൗത്ത് ഇന്ത്യയിൽ നിന്നും ഉണ്ടല്ലോ പാർട്ടികൾ, AIDMK ജയലളിതയുടെ നേതൃത്വത്തിൽ പിന്നെ വാജ്പേയിക്കൊപ്പം നിന്നു. ടി ഡി പി, അന്ന് ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടി TDP എൻ ഡി എയുടെ ഭാഗമായിരുന്നു. 1998 അധികാരത്തിൽ വരുന്ന വാജ്പേയി ഗവൺമെൻറ്റിൽ ആ ലോക്സഭാ സ്പീക്കർ GMC ബാലയോഗിയാണ്. അത്ര പ്രോമിനൻ്റായ പൊസിഷനായിരുന്നു TDPക്ക് ഉണ്ടായിരുന്നു. AIDMKയുടെ മന്ത്രിമാരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ ഭാഗത്തുനിന്നും ബിജു ജനതാദൾ ഉണ്ടായിരുന്നു, ശിവസേന ഓഫ് കോഴ്സ് ഉണ്ടായിരുന്നു, അകാലിദൾ ഉണ്ടായിരുന്നു, നിതീഷ് കുമാർ പിന്നെ വന്നും പോയും ഇരുന്നു, തൃണമൂൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു, മമതാ ബാനർജിയുടെ. അങ്ങനെ ഒരു വലിയ മുന്നണി 98 രൂപപ്പെട്ടു. 2023 25 വർഷമായി ആ മുന്നണി. ഒരു ആഘോഷം പോലും കഴിഞ്ഞ വർഷം നടന്നിട്ടില്ല. ആ മുന്നണിയുടെ 25 വർഷത്തിൻ്റെ ആഘോഷം നിങ്ങളുടെ ആരുടെയും ശ്രദ്ധയപ്പെട്ടിട്ടില്ലോ? എൻ്റെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ആഘോഷം പോലും നടന്നില്ല. കാരണം വെച്ചാൽ 2014 ശേഷം മുന്നണി എന്ന് പറയുന്നൊരു സംവിധാനത്തെ വലിയ കാര്യത്തിൽ BJP എടുത്തിട്ടില്ല. കാരണം BJPക്ക് ഒറ്റയ്ക്ക് തന്നെ ഇതെല്ലാം നേടാൻ കഴിയുമെന്നുള്ളൊരു ശക്തി വന്നു. എപ്പോഴാണ് മുന്നണിയെ പ്രധാനമായും BJP അവതരിപ്പിച്ചത്? ഈ കഴിഞ്ഞ വർഷം അവസാനമാണ്. അതെപ്പോഴായിരുന്നു? പാറ്റ്നയിലെ യോഗത്തിന് ശേഷം ബാംഗ്ലൂർ സമ്മേളനം ഇന്ത്യ മുന്നണി പ്രഖ്യാപിച്ചപ്പോൾ അതിൻ്റെ തലേ ദിവസവും അതിൻ്റെ അടുത്ത ദിവസവും 32 പാർട്ടികളെ അണിനിരത്തി ഞങ്ങളാണ് വലിയ മുന്നണി എന്ന് NDA പറയുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ നോക്കിക്കേ എന്താ നടക്കുന്ന ചർച്ചകൾ. ഇന്നിപ്പോൾ 12 സ്ഥാനാർത്ഥികളെയാണ് കേരളത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 4 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ അവർക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. തമിഴ്നാട്ടിൽ എന്താ സംഭവം? പട്ടാളി മക്കൾ കക്ഷിയുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഇപ്പോൾ കന്യാകുമാരിയിൽ പ്രധാനമന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന ആരാണ്? ശരത് കുമാറും രാധികയൊക്കെയാണ്. പരമാവധി ആളുകളെ പിടിക്കാൻ അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. BRSുമായിട്ടുള്ള സഖ്യചർച്ചയും നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം കവിത അറസ്റ്റിലായതോടുകൂടി അതൊരു പ്രതിസന്ധിയിലാകാൻ സാധ്യതയുണ്ട്. TDPയെയും അതുപോലെ തന്നെ പവൻ കല്യാണിൻ്റെ പാർട്ടിയെയും NDAയുടെ ഫോൾഡിലേക്ക് കൊണ്ടുവരുന്നു. BJD ബിജു ജനതാദൾ 2009 തെറ്റിപ്പിരിഞ്ഞതാണ്, അവരുമായിട്ട് ചർച്ച നടത്തുന്നു. നിതീഷ് കുമാറിനെ ഭിന്നിപ്പിച്ച് NDAയിലേക്ക് കൊണ്ടുവരുന്നു. ശിവസേനയെ ഭിന്നിപ്പിക്കുന്നു. ഈ രീതിയിൽ മറ്റ് പാർട്ടികളെ ഭിന്നിപ്പിക്കുന്നു. ചെറിയ ചെറിയ കക്ഷികളുമായിട്ടാണെങ്കിൽ പോലും സഖ്യം ചേരാൻ ശ്രമിക്കുന്നു. ഇങ്ങനൊരു കാഴ്ചയാണ് NDAയുടെ കാര്യത്തിൽ നമ്മൾ കാണുന്നത്. മറുവശത്ത് നോക്കൂ, ഇന്ത്യ മുന്നണി വളരെ ബലവത്തായിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഉള്ള സ്ഥിതിയാണ് ഞാൻ പറയുന്നത്. അതായത് നാളെ ഇപ്പം ന്യായയാത്ര അവസാനിക്കുകയാണ്. അവിടെ എല്ലാ ഇന്ത്യ മുന്നണി നേതാക്കളെയും ഷോക്കേസ് ചെയ്യാൻ പോവുകയാണല്ലേ. DMKയുടെ സ്റ്റാലിൻ വരുന്നുണ്ടാവും, അഖിലേഷ് യാദവ് വരുന്നുണ്ട്, ശിവസേനയുടെ ഉദ്ധവ് താക്കറെ വരുന്നുണ്ട്, ശരത് പവാർ വരുന്നുണ്ട്. അങ്ങനെ വലിയൊരു നിരയെ നടത്തുന്നു, മുന്നോട്ട് കൊണ്ടുവരുന്നു എന്ന് മാത്രമല്ല, ബംഗാളിൽ ഒഴിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഇന്ത്യ മുന്നണിയിൽ ഭയങ്കര തർക്കമായിരിക്കും, കീറാമുട്ടിയായിരിക്കും സീറ്റ് വിഭജനം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ബംഗാളിൽ ഒഴിച്ച് എല്ലായിടത്തും അവർക്ക് വളരെ സ്മൂത്തായിട്ട് സീറ്റ് ഷെയറിങ് നടത്താൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ സമാജ്വാദി പാർട്ടി 18 സീറ്റല്ലേ കൊടുത്തത്. വലിയ രീതിയിലാണ് അക്കോമഡേറ്റ് ചെയ്തത് കോൺഗ്രസിനെ. കോൺഗ്രസ് തിരിച്ച് മധ്യപ്രദേശിൽ സീറ്റ് കൊടുത്തു സമാജ്വാദി പാർട്ടിക്ക്. കാരണം ആ ബുന്ദേൽഖണ്ഡ് റീജിയൻ എന്നൊക്കെ പറഞ്ഞാൽ ഉത്തർപ്രദേശിനോട് അടുത്ത് കിടക്കുന്ന റീജിയനാണ്. അവിടെ സമാജ്വാദി പാർട്ടിക്ക് സ്വാധീനമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് സീറ്റ് കൊടുത്തു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിന് തയ്യാറായിരുന്നില്ല കോൺഗ്രസ്. അപ്പോൾ കോൺഗ്രസ് അവിടെ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. RJDയുമായിട്ടുള്ള ചർച്ചകൾ വളരെ എളുപ്പത്തിൽ പുരോഗമിക്കുന്നു. അത് വളരെ സ്മൂത്തായിട്ട് നടക്കും. ജാർഖണ്ഡ് മുക്തി മോർച്ചയുമായിട്ടുള്ള ചർച്ചകൾ, നേരത്തെ സഖ്യം ഉണ്ടാകില്ല എന്ന് തീരുമാനിച്ച കേരളത്തിലും കേരളത്തിലും പഞ്ചാബിലും സഖ്യമില്ല. അതേസമയം ബംഗാളാണ് ഒരു കീറാമുട്ടിയായിട്ട് വന്നത്. അവിടെ ആ അർത്ഥത്തിൽ ഇന്ത്യ മുന്നണി വളരെ ശക്തമായി തന്നെ അവരുടെ ആ ഒരു നന്നായി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ചിത്രം ഇന്ത്യ മുന്നണി കാഴ്ചവെക്കുമ്പോൾ NDAയെ സംബന്ധിച്ച് നമുക്കിപ്പോഴും BJPയെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു ആശയക്കുഴപ്പം നിൽക്കുന്നു. എവിടെയൊക്കെ അവർക്ക് ആരൊക്കെ സഖ്യകക്ഷികളായിട്ട് വരും? ഈ 4 സീറ്റ് ഇവിടെ കേരളത്തിൽ കൊടുക്കാത്തതിന് ഇനി ആരെങ്കിലുമൊക്കെ കാത്തിരിക്കുന്നുകൊണ്ടാണോ നമുക്കറിയത്തില്ല. എന്നാൽ ഇവിടെ നോക്കിയാൽ PC ജോർജിനെ പോലെ ആളെ അക്കോമഡേറ്റ് ചെയ്തില്ലേ, BJP ലയിപ്പിച്ചില്ലേ. അങ്ങനെ വളരെ ഫ്രാൻറ്റിക്കാണ് BJP. അപ്പോൾ ഞാൻ പറയുന്നത് ഈ 400 സീറ്റ് എന്ന് പറയുന്ന നറേഷൻ BJP മുന്നോട്ട് വെക്കുന്നുണ്ട് എങ്കിൽ കൂടിയും കഴിഞ്ഞ വർഷത്തെ 2019 വിജയം അവർക്ക് ആവർത്തിക്കാൻ കഴിയില്ല എന്നവർക്ക് നല്ല ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്, വളരെ നിർണായകമായൊരു മീറ്റിങ്ങിൽ BJP നേതൃത്വം എടുത്തിരിക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം 165 സീറ്റുകളിൽ 2ാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ട്. അത് എങ്ങനെയെങ്കിലും പിടിക്കണം. അത് ഈ 400 എത്താൻ വേണ്ടിയിട്ടല്ല. 21% ആളുകൾക്ക് കഴിഞ്ഞ പ്രാവശ്യം സിറ്റിംഗ് MPമാർക്ക് സീറ്റ് കൊടുത്തിട്ടില്ല BJP. ആൻറ്റി ഇൻകംബൻസി, ലോക്കൽ ഇൻകംബൻസി ഫാക്ടറുണ്ട്. ആ ഫാക്ടർ വർക്ക് ചെയ്താൽ ഈ പറയുന്ന വിജയം ഉണ്ടാകില്ല. പിന്നെ നേരത്തെ അരുൺ സൂചിപ്പിച്ച പോലെ നമ്മളൊക്കെ പല ചർച്ചകളിലും പറഞ്ഞതൊക്കെ എവിടുന്നാണ് ഇന്ന് ഈ സീറ്റ് കൂടുതലായിട്ട് വരാനുള്ളത്? വടക്കേ ഇന്ത്യയിൽ എന്തായാലും ഒരു സാധ്യതയില്ല. അപ്പം പിന്നെ തെക്കേ ഇന്ത്യ പിടിക്കുക എന്നുള്ളതാണ്. തെക്കേ ഇന്ത്യയിൽ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പോക്കറ്റുകളിൽ നിന്നൊക്കെ ചെറിയ പാർട്ടികളെ പോലും പിടിക്കുന്നത്. ആ അർത്ഥത്തിൽ BJP ഫ്രാൻറ്റിക്കാണ്. ഇന്ത്യ മുന്നണിയാണ് ഇപ്പോൾ വളരെ വ്യക്തമായൊരു ചിത്രം ആളുകൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ അവരുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് അല്ലേ. കൈവന്ന് സ്ഥിതി മാറ്റും എന്നുള്ളതാണ്. ഒട്ടും തന്നെ കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത മുദ്രാവാക്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം അവർ തന്നെ വിലയിരുത്തിയിട്ടുണ്ട്.
റാഫേൽ പോലുള്ള വിഷയങ്ങളൊക്കെ എടുത്ത് വെച്ച് ആൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ പറഞ്ഞു. അതൊന്നുമല്ല, മുമ്പ് ഇപ്പം പറഞ്ഞില്ലേ, പിന്നെ 2004 വരുമ്പോൾ എന്താണ് കോൺഗ്രസ് കാ ഹാത്ത് ആം ആദ്മി കെ സാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുദ്രാവാക്യമായിരുന്നു. വളരെ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മുദ്രാവാക്യമായിരുന്നു. 2004 ഇന്ത്യ പിന്നെ NDAയുടെ മുദ്രാവാക്യം എന്താ? ഇന്ത്യ തിളങ്ങുന്നു എന്നുള്ളതായിരുന്നു. ഒട്ടും തന്നെ സ്ട്രൈക്ക് ചെയ്യാതെ പോയൊരു മുദ്രാവാക്യമാണ്. ആ സമയം ആം ആദ്മി കെ സാത്ത് എന്ന് പറയുന്ന സാധാരണക്കാരനൊപ്പം എന്ന് പറയുന്ന ആ മുദ്രാവാക്യം വലിയ രീതിയിൽ വർക്കൗട്ട് ചെയ്തു. ഇപ്രാവശ്യം പറയുന്നത് ഹാത്ത് ബദലേങ്കെ ഹാലത്ത്, ഇപ്പോഴത്തെ സ്ഥിതി ഹാത്ത് ബദലേങ്കെ ഹാലത്ത്. അപ്പം ആ രീതിയിൽ മുദ്രാവാക്യങ്ങളുടെ കാര്യത്തിനകത്ത്, വിഷയം തിരഞ്ഞെടുക്കുന്ന കാര്യത്തിനകത്തൊക്കെ, അതുപോലെ തന്നെ അലയൻസ് പാർട്ട്നേഴ്സിനെ നല്ല രീതിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന കാര്യത്തിനകത്തൊക്കെ ഇന്ത്യ മുന്നണി നല്ലൊരു ചിത്രം കാഴ്ചവെച്ചിട്ടുണ്ട്. NDAക്ക് ഇത് സാധിക്കില്ലെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ NDA വളരെ ക്ലിയർ ആയൊരു പിക്ചർ ഏതായാലും മുന്നോട്ട് വെച്ചിട്ടില്ല. അവർ ആരൊക്കെ ആയിരിക്കും അവരുടെ സഖ്യബന്ധങ്ങൾ, എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു ആശയക്കുഴപ്പം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കളമൊരുങ്ങി, പക്ഷേ ഈ ഭരണപക്ഷത്ത് നിന്നുള്ള ചിത്രം ഇനിയും തെളിയാനുണ്ട് എന്നാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. Meet the editors.